ഹലോ. അപ്പോൾ ഈ ഒരു കുട്ടി വ്ളോഗ് ഇവിടെ കാനഡയിൽ ചെറി ബ്ലോസം കാണാൻ പോകുന്നത്. ഇപ്പോൾ കാനഡയിൽ സ്പ്രിംഗ് ആണ്. അപ്പോൾ ഒരുപാട് ചെറി ബ്ലോസംസ് ട്രീസ് പാർക്സിലൊക്കെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ തവണ ഞങ്ങൾ ഇവിടെ അടുത്തുള്ളൊരു പാർക്കിലാണ് പോയത്. പക്ഷേ ഇപ്രാവശ്യം പോകുന്നതെന്ന് വെച്ചാൽ കുറേ കേട്ടിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ കണ്ടിട്ടുള്ള കരിയ പാർക്ക് മിസിസാഗയിലേക്ക്. അപ്പം അങ്ങോട്ടേക്കാണ് യാത്ര. അപ്പം ഞങ്ങളിതേ കരിയ പാർക്കിലെത്തി. അവിടെ കയറുമ്പം തന്നെ നമുക്ക് ഈ ചെറി ബ്ലോസത്തിൻ്റെ ട്രീസൊക്കെ കാണാൻ പറ്റും. അപ്പം നമ്മൾ ഇതുപോലെ എൻ്റർ ചെയ്യുമ്പം തന്നെ ഇതുപോലൊരു സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മളിങ്ങനെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ജാപ്പനീസ് ഒരു സ്ട്രക്ചറിൻ്റെ ഒരു ഫീലും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പം നമ്മൾ നേരെ ഉള്ളിലേക്ക് ചെല്ലുമ്പം ഇതുപോലെ ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നിയത് പോയപ്പം കുറേ ചെറി ബ്ലോസംസിൻ്റെ ട്രീസ് കുറവായിട്ടാണ് ഫീൽ ചെയ്തത്. സാധാരണ ബാക്കി നമ്മളിപ്പോൾ ഹൈ പാർക്കിലൊക്കെ പോയി ഒരുപാട് ട്രീസ് ഉണ്ടാവും. ഇവിടെ അത്രയും ഇല്ല, എന്നാൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പൂക്കളൊക്കെ കാണാൻ പറ്റുന്നൊരു പിങ്ക് ആയിട്ടുള്ള ഒരു തരം പൂവൊക്കെയാണ്. പക്ഷെ അത് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ അവിടെ ഒരു കുഞ്ഞ് ലേക്ക് പോലെയൊക്കെ ഉണ്ട്. ഈ കാണുന്ന പോലത്തെ ഒരു കുഞ്ഞ് തടാകം എന്നൊക്കെ പറയാം. അതുപോലെ ഇരിക്കുമ്പോൾ അവിടെ താറാവിൻ്റെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അതിങ്ങനെ എൻജോയ് ചെയ്യാൻ ഒരുപാട് പേര് വരുന്നുണ്ടായിരുന്നു. അപ്പം ഈ കുഞ്ഞി പിള്ളേർക്കൊക്കെ ഇതിങ്ങനെ കാണുമ്പോൾ നല്ല രസമാണല്ലോ. അതിൻ്റെ പിന്നാലെ ഓടി അതിനെ എടുക്കാനൊക്കെ നോക്കുക. അങ്ങനെ കുറേ മൊമെൻറ്റ്സൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. പക്ഷെ നമുക്ക് പിള്ളേരധികം വീഡിയോയിലേക്ക് ക്യാപ്ചർ ചെയ്തെടുക്കുക അതൊന്നും അത്ര നല്ലതല്ല ഇവിടെ. അതുകൊണ്ട് തന്നെ നമുക്കത് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കരിയ പാർക്ക് എന്നുള്ള പേര് വന്നത് തന്നെ മിസിസാഗിയും ജപ്പാനിലെ കരിയ എന്ന് പറയുന്ന സിറ്റിയും തമ്മിലുള്ള ഒരു സിസ്റ്റർ സിറ്റി റിലേഷൻഷിപ്പിൻ്റെ ഒരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു കരിയ ഡ്രൈവും അവിടെ പറയുന്ന സ്ഥലത്താണ് ഈ കരിയ പാർക്ക് സിറ്റുവേറ്റ് ചെയ്യുന്നതും. അപ്പോൾ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ്. അതുപോലെ തന്നെ നമുക്കിവിടെ ഈ കാണുന്ന ഒരു പാവലിയൻ ഫ്രണ്ട്ഷിപ്പ് ബെല്ലുണ്ട്. അതും ഈ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഈ ഒരു കൾച്ചറിനെ ഫോക്കസ് ചെയ്തിട്ട് അവിടെ പണി കഴിപ്പിച്ച് വെച്ചതാണ്. അപ്പോൾ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് ഒരുപാട് ഫോട്ടോ എടുക്കാനുള്ള ആ ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ആ പാർക്കിലുണ്ട്. ഭയങ്കര പീസ്ഫുള്ളായിട്ട് അധികം ഇല്ലാതെ പോയി ചെറി ബ്ലോസംസൊക്കെ കാണാനാണെങ്കിൽ ശരിക്കും ഈ ഒരു പ്ലേസ് അടിപൊളിയാണ്. പിന്നെ നല്ല ഫോട്ടോസൊക്കെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റും. ഞങ്ങൾ അന്ന് തന്നെ അവിടെ എനിക്കൊന്ന് വെഡ്ഡിങ്ങിൻ്റെ ഈ പോസ്റ്റ് വെഡ്ഡിങ് ഷൂട്ടോ അങ്ങനെ എന്തോ ഒരു ഇതിന് വേണ്ടി 2 പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പ്ലേസാണ്. അപ്പോൾ കാനഡയിലുള്ളവർ എപ്പോഴെങ്കിലും ഒരിക്കൽ ഇവിടെ വന്ന് ഈ പ്ലേസ് എക്സ്പ്ലോർ ചെയ്യുക. എന്തായാലും ഒരു 1 ടൈം വിസിറ്റൊക്കെ നടത്താനും പീസ്ഫുള്ളായിട്ട് ഇരിക്കാനും ഒക്കെ പറ്റിയൊരു പാർക്ക് തന്നെയാണ്. പക്ഷേ ഒരുപാട് ചെറി ട്രീസിന് എക്സ്പെക്റ്റ് ചെയ്തിട്ട് വരുന്നവരാണെങ്കിൽ അത്രയും എക്സ്പെക്റ്റേഷനിൽ ചെറിയ ട്രീസ് ഉണ്ടാവണം എന്നില്ല. കാരണം അത്രയും കമ്പാരിറ്റീവ്ലി നമ്മളിപ്പം ബാക്കി പാർക്സ് വെച്ച് കമ്പയർ ചെയ്താൽ കുറച്ച് കുറവ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.